മൺഡേ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കമൻറ്റ് GT എന്ന ചാനലിലാണ്. GT മാത്രമുള്ള. അപ്പോൾ ബ്രോ ഒരു 4.1 ചാനൽ ലാമ്പ് ഉണ്ടാക്കാൻ ഏത് ബോർഡാണ് ബെസ്റ്റ്, എത്ര വോൾട്ട് കൊടുക്കണം, എന്തൊക്കെ വേണം, ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? അപ്പോൾ 4.1 എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ശരിക്കും പാട്ട് കേൾക്കാനായിരിക്കാം. സിനിമ കാണാനാണെങ്കിൽ 5.1 വേണം, കാരണം നമുക്ക് സെൻറ്ററും കൂടി വേണം. ഇതിപ്പോൾ 4.1 എന്ന് പറയുമ്പോൾ ഒരു ലെഫ്റ്റ്, ഒരു സറൗണ്ട് ലെഫ്റ്റ്, ഒരു റൈറ്റ്, ഒരു സറൗണ്ട് റൈറ്റ് മാത്രമേ ഉള്ളൂ, ഒരു സബും അത്രയേ ഉള്ളൂ 4.1 കൊണ്ട് ഉദ്ദേശിച്ച്. അപ്പോൾ ശരിക്കും പാട്ട് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ കിട്ടും, ബേസ് സബ് കൂടിയും കിട്ടും. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എത്ര വോൾട്ട് കൊടുക്കണം, എന്തൊക്കെ വേണം എന്നൊക്കെ പറയുമ്പോൾ അത് ആദ്യത്തെ പ്രശ്നം കിടക്കുന്നത്, ആദ്യത്തെ വിഷയം കിടക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ്. നിങ്ങൾക്ക് എത്രത്തോളം പൈസ അതിൽ ചിലവാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു TDA 2030 IC വെച്ചിട്ട് ചാനലുകളാണെങ്കിൽ ചെറിയ ചെറിയ സ്പീക്കേഴ്സ് മതി 2 ചാനലിന് ഈ ലെഫ്റ്റ് റൈറ്റിനും സറൗണ്ട് കൊടുക്കാൻ. അതായത് മാക്സിമം പോയാൽ 16 വാട്ട് വരെ പോയാൽ മതി. അതിലേക്ക് സബ് നമുക്ക് ഒരു 10 ഇഞ്ച് വരെ പോവാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു 10,000 രൂപ വരെ, അതായത് 10,000 രൂപയുടെ താഴെ ചിലവാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു 2030 ഒരു ഡിജിറ്റൽ ഒരു റിമോട്ട് കിറ്റുള്ള ആംപ്ലിഫയർ ഉണ്ടാക്കാം, ഒരു 10 ഇഞ്ച് സബും ഉപയോഗിക്കാം. നിങ്ങൾക്ക് 10,000 കൂടുതൽ ചിലവാക്കാൻ പറ്റുമോ? അതിലും കൂടുതൽ ചാനൽ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാം. 8 ഇഞ്ച് 6 ഇഞ്ച് വരെ ചാനൽ പോയാലും 10 ഇഞ്ച് സബ് മതി. കുറച്ചുകൂടെ പൈസ കൂട്ടിയാൽ 12 ഇഞ്ച് സബ്. അതിനനുസരിച്ചിട്ട് ഇത് ആമ്പിൽ മാറുന്നുണ്ട്. ആമ്പിൽ ചിലവ് കൂടും, അതേപോലെ തന്നെ സ്പീക്കേഴ്സിൽ ചിലവ് കൂടും. അപ്പോൾ കൃത്യമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ലെവൽ പറയുകയാണെങ്കിൽ ഒരു 10,000 രൂപയുടെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. അപ്പോൾ എത്ര ചിലവ് വരും എന്ന് ചോദിക്കുമ്പോൾ പല ചിലവിലും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് നോക്കരുത്. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയ പെർഫോമൻസ് വേണമെങ്കിൽ ബഡ്ജറ്റ് നോക്കരുത്. നിങ്ങൾക്ക് വളരെ പൈസൻ്റെ ലിമിറ്റഡ് ആയിരിക്കണം, അതായത് നിങ്ങൾക്ക് പൈസ വളരെ കുറച്ചേ ചിലവാക്കാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല ക്വാളിറ്റി ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 10,000 താഴെയുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് ആമ്പ് നോക്കുക. ബ്രാൻഡഡ് 2.1 4.1 5.1 നോക്കുക. അതാണ് അതിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ. ഇത് ഒരു ടെക്നീഷ്യൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഇതാണ് അതിൻ്റെ ശരി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം പലർക്കും പല ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആവശ്യം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. അടുത്ത കമൻറ്റ് മോട്ടോ വ്ളോഗ്സ് എന്നുള്ള ചാനലിൻ്റെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആംപ്ലിഫയർ ഉണ്ട്, ശരിയാക്കി തരോ? ആംപ്ലിഫയർ ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് കംപ്ലൈൻ്റ് ആണ്, അത് നന്നാക്കാൻ പറ്റുമോ എന്നല്ലേ ചോദിക്കുന്നത്. അതായത് നന്നാക്കുക എന്ന് പറയുന്നത് റിപ്പയറിങ്. ഈ റിപ്പയറിങ്ങിന് ഈ ഇലക്ട്രോണിക്സ് ആവറേജ് ഒരു ഏകദേശം ബേസിക് നോളജിങ് വേണം. എന്നാൽ ഇലക്ട്രോണിക്സിൽ റിപ്പയറിങ് ചെയ്യാം. കുറച്ച് കണ്ട് മനസ്സിലാക്കാനും കുറച്ച് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാനും കുറച്ചൊക്കെ കാര്യങ്ങൾ സ്വയം സെർച്ച് ചെയ്ത് ഗൂഗിൾ സെർച്ചോ മറ്റൊക്കെ ചെയ്ത് മനസ്സിലാക്കാനും പറ്റുന്ന ഒരാൾക്ക് പിന്നെ കുറച്ചെങ്കിലും ഒന്ന് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സർവീസിങ് ചെയ്ത് അത് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനലിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പയർ ചെയ്യാം, അങ്ങനെ ചെക്ക് ചെയ്യാം, അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നു. അപ്പോൾ അത് നോക്കി നിങ്ങൾ പഠിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഇൻഫർമേഷൻ നിലക്ക് അത് പറയുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയുന്നത് പിന്നെയും പോരായ്മ തന്നെ ആണെന്നല്ലേ എനിക്ക് തോന്നുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയില്ല, നിങ്ങൾ ഒരു ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് എന്നോട് അത് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ 3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സർവീസിങ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം പ്രോഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സർവീസിങ് മൊത്തത്തിൽ നിർത്തി, അസംബ്ലിങ്ങും മൊത്തം നിർത്തി. നമ്മൾ അസംബ്ലിങ് ഇനി ഓർഡർ അനുസരിച്ചല്ല, നമ്മൾ ഉണ്ടാക്കി വിൽക്കാനുള്ള പ്ലാനിലാണ്. ഉണ്ടാക്കിയിട്ട് പബ്ലിഷ് ചെയ്യുക, നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കും, അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ റിപ്പയറിങ് ചെയ്യാത്തത്. അപ്പോൾ റിപ്പയറിങ് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ശരിയാക്കി തരണമെന്ന് അവിടെ വേറെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളിവിടെ നമ്മളുടേതായ മെക്കാനിക്കുകളുണ്ട്, നമ്മുടെ ടെക്നീഷ്യന്മാരുണ്ട്, 2 ഷോപ്പുണ്ട്, നമ്മളുടെ തന്നെ ടീമാണ്. അപ്പോൾ അവർ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. അതായത് ഇവിടുന്ന് ഇപ്പോൾ ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് നടത്തുന്നു, സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഷോപ്പ്. ടൗണിലുള്ള സ്പെയർ വാങ്ങുന്ന സ്റ്റാർ ഇലക്ട്രോണിക്സ് അല്ല, മറ്റൊരു സ്റ്റാർ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അവിടുത്തെ നമ്പർ തരാം, താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് നമ്പർ കൊടുത്തയക്കാം. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കും അങ്ങനെ നിർബന്ധമാണ്, അവിടെ ആരെയും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ കൊടുത്ത് ചെയ്യാം. നല്ല വർക്കാണ്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊണ്ടുവരാം. അടുത്ത കമൻറ്റ് അഭിനവ് സുധി എന്നാളുടെയാണ്. ചേട്ടാ TTC 5200 TTA 1943, അതായത് 5200 1943 ബോർഡ്, ആ കോമ്പിനേഷൻ 200 വാട്ട് ആമ്പ്, ശക്തി ബോർഡിൽ എത്ര ഓംസ് ഉള്ള സബ് കൊടുക്കാം? അപ്പോൾ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ 4 ഓംസ് മുതൽ 6 ഓംസ് വരെയുള്ള സബ് ഓഫർ കൊടുക്കാം. 8 കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ 4 ഓംസ്, ഇനി ഇല്ലെങ്കിൽ 6 ഓംസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത് 4 ഓംസ് ആണ്, 4 to 6 ഓംസ്. അടുത്ത നമ്മുടെ അശ്വിൻ സഞ്ജയ് പണിക്കർ എന്നാളുടെയാണ്. അപ്പോൾ ബ്രോ ഈ വീഡിയോ കണ്ട ശേഷം ഞാൻ എൻ്റെ സെയിം ബോർഡ് പവർ സ്ട്രിക്ക് കമ്പനി ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്തു, സ്മൂത്ത് ആൻഡ് ഡീസൻറ്റ് ബേസ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ് പക്ക.
ഈ വീഡിയോ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആ സ്മൂത്ത് ബേസ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഫിൽട്ടർ ബോർഡ് അവതരിപ്പിച്ചതിൻ്റെയാണ് ആ കമൻറ്റ്. അപ്പോൾ ആ ഫിൽട്ടർ ബോർഡ് ഇപ്പോൾ നല്ല മൂവായിട്ട് പോകുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്തോ അങ്ങനെ നല്ല കാര്യം എന്ന് വിചാരിക്കുന്നു. സാധനം നല്ല പെർഫോമൻസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. പക്ഷേ നാട്ടിലിപ്പോൾ അത് അന്വേഷിച്ച് പോയാൽ പെട്ടെന്ന് കിട്ടുന്നില്ല. ഭയങ്കര ഡിമാൻഡായി പോയി സാധനം. പിന്നെ 450 മുതൽ അങ്ങനെ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വില ഉണ്ടായത്. ഇപ്പോൾ 480 G-Tech എന്ന് പറഞ്ഞ സാധനം ഞാനൊന്ന് പോയപ്പോൾ കണ്ട്. അപ്പോൾ പല IC-യിലും പല സർക്യൂട്ടിലും അതായത് പല ബ്രാൻഡുകളും അത് മാറ്റി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല വർക്കിംഗ് ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്. ബേസ് കുറവ് സ്മൂത്ത് കിട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ചെക്ക് ചെയ്ത് നോക്കുക. 450 മേലെ വില ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത കമൻറ്റ് അനന്തുരാജ് എന്നാളാണ്. അപ്പോൾ സബ് ഓഫർ വർക്ക് ചെയ്യുമ്പോൾ സ്പീക്കർ ആമ്പിൻ്റെ റൈറ്റ് ചാനലിൽ കൂടെ നോയ്സ് വരുന്നു. അതിനെന്താവും കാരണം? അപ്പോൾ അധിക സബ് ഓഫർ ആമ്പിലേക്കും നമ്മൾ ആ ലൈൻ ഇൻപുട്ട് പ്രീ ഔട്ട് അതായത് പ്രീ സ്റ്റേജിലേക്ക് അതായത് നമ്മൾ സബ് ഓഫർ ഫിൽറ്ററിലേക്ക് നമ്മൾ ലൈൻ എടുക്കുക ലെഫ്റ്റ് റൈറ്റ് ആയിരിക്കും. അതേസമയം ലെഫ്റ്റ് റൈറ്റ് അതിൽ ഇന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട് ഫിൽറ്റർ ബോർഡിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ വോളിയം കൊടുത്തിട്ട് നമ്മൾ സബിൻ്റെ പവറിലേക്ക് കൊടുക്കും. അങ്ങനെ എടുത്തിട്ടുണ്ടാവുന്നതിൽ എന്തെങ്കിലും ലീക്കേജോ എന്തെങ്കിലും മിസ്സിങ്ങോ അതിൽ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് അയച്ച് ചെക്ക് തന്നെ വേണം. അതങ്ങനെയാണ് ആ കണക്ഷൻ കൊടുത്തുള്ളത്. റൈറ്റ് ചാനലായിട്ട് ഈ സബ് ലൈനിന് എന്താണ് ബന്ധം എന്ന് അതിൻ്റെ അകത്ത് നോക്കുക. അപ്പോൾ അതിനെന്താ പ്രശ്നം എന്ന് അതിൽ നോക്കി ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ഇവിടുന്ന് ഒരു ഊഹിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ അതൊന്ന് അയച്ച് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് ആ ബന്ധം വരുന്നത്. അടുത്ത കമൻറ്റ് ഫാരിസി ക്രിയേഷൻസ് എന്ന ചാനലിലാണ്. അപ്പോൾ ചേട്ടാ 2 way സ്പീക്കർ ചെയ്തപ്പോൾ ട്രിബിൾ വളരെ കൂടുതലാണ്. ആമ്പ് മാറ്റി നോക്കി ട്വിറ്റർ സൗണ്ട് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ പ്ലീസ് റിപ്ലൈ. അപ്പോൾ ട്വിറ്റർ സൗണ്ട് കൂടുക എന്ന് പറയുന്നത് ഒന്നുകിൽ മറ്റ് ബേസ് ലെവൽ അതായത് അതിനകത്ത് കൊടുത്തുള്ളത് ഡ്രൈവറായിട്ട് കൊടുത്തുള്ള സ്പീക്കർ ചിലപ്പോൾ സബിൻ്റെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് ആ മിഡ് ഫ്രീക്വൻസി മറ്റൊന്നും ലോ ഫ്രീക്വൻസി ഒന്നും വരാത്തത് കൊണ്ട് നമുക്ക് ആ ഹൈ ഫ്രീക്വൻസി ട്രബിളിൽ നിന്ന് ട്യൂട്ടറിൽ കൂടി ഉള്ളത് കൂടുതൽ തോന്നാണോ എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യുക. ട്യൂട്ടറിലെ കൊടുത്തുള്ള ക്രോസ് ഓവർ ഫ്രീക്വൻസി അതായത് അതിനകത്ത് കൊടുത്തുള്ള ഫിൽറ്റർ കപ്പാസിറ്റർ അതായത് നോൺ പോളാർ കപ്പാസിറ്ററോ മറ്റോ ആയിരിക്കാം. ചിലപ്പോൾ ക്രോസ് ഓവർ ബോർഡ് ഉണ്ടാവും. എന്താ നോക്കിയിട്ട് അതിലെന്താ മിസ്സിങ് ഉണ്ടോ നോക്കുക. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബോർഡിൽ അതായത് ടോൺ ബോർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിൽ ആ ആംപ്ലിഫയർ ബോർഡ് ഏതാണെന്ന് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഈ ആംപ്ലിഫയർ ബോർഡ് ഏതാണെന്ന് പറഞ്ഞില്ല. വളരെ ലോക്കൽ ടൈപ്പിനൊക്കെ വരുന്ന സൗണ്ട് നമുക്ക് കേട്ടാൽ തന്നെ വല്ലാതെ അസ്വസ്ഥതയും ഭയങ്കര ചെവി കുത്തലാണ് വരുന്നത്. അത് ലോക്കലി മെയ്ഡ് സാധനങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ട്. നല്ല ബ്രാൻഡാണെങ്കിൽ സ്മൂത്ത് സൗണ്ട് തന്നെ വരുള്ളൂ. നിങ്ങൾ എങ്ങനെ കൊടുത്താലും അത് സ്മൂത്ത് സൗണ്ടേ വരുള്ളൂ. ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. ആ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. മറ്റൊരു ആമ്പിൽ കൊടുത്ത് നോക്കുക. അപ്പോൾ എങ്ങനെ വ്യത്യാസമുള്ളത് എങ്ങനെ ഗുണമുണ്ടോ ട്രിബിൾ കുറവുണ്ടോ നോക്കിയിട്ട് നമ്മൾ ഈ ആമ്പിൻ്റെ പണിയെടുക്കുക. അതിൽ ക്ലിയർ ആണെങ്കിൽ ഈ ആമ്പ് പണിയെടുക്കുക. അതിലും സെയിം അവസ്ഥയാണെങ്കിൽ ബോക്സ് ചെക്ക് ചെയ്യാം. അതാണ് ഏറ്റവും ഷോർട്ട് കട്ട്. അടുത്ത കമൻറ്റ് ശ്യാംകൃഷ്ണ എന്ന ആളുടെയാണ്. സെയിം ബോർഡ് സെയിം ഇഷ്യൂ 4 തവണ IC മാറ്റി ഓവർ ഹീറ്റായി അടിച്ചു പോകുന്നു. എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ TDA 2030 IC ബേണായി പോയത് മാറ്റുന്ന ആ വീഡിയോയിൽ വന്നാണ്. അപ്പോൾ TDA 2030 മാറ്റിയിടുന്നോറും ബേണായി പോകുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ബോർഡിലുള്ള സർക്യൂട്ടിലുള്ള മറ്റ് പാർട്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും റെസിസ്റ്റർ ഹൈ വാല്യൂ ആയിട്ടുണ്ടോ മറ്റേതെങ്കിലും സ്പെയർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ ഏതെങ്കിലും കപ്പാസിറ്റർ വിട്ടിട്ടുണ്ടോ അതായത് കാലൊക്കെ ദ്രവിച്ച് കട്ടായിട്ടുണ്ടാവും അത് നോക്കുക. ബോർഡിൽ ഡ്രൈ ഉണ്ടോ നോക്കുക. അതായത് IC എന്തായാലും പുതിയ സോൾഡർ ചെയ്തുകൊണ്ട് IC-യിൽ ഡ്രൈ ഉണ്ടാവില്ല. അപ്പം മറ്റേതെങ്കിലും ഭാഗത്ത് ഡ്രൈ നോക്കുക. പ്രിൻറ്റ് പൊട്ടിയിട്ടുണ്ടോ നോക്കുക. പിന്നെ അതുകൊണ്ട് പവർ സപ്ലൈയിൽ ഫിൽറ്റർ കപ്പാസിറ്റർ ഏതെങ്കിലും പോയി നോക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ എത്ര സപ്ലൈ വോൾട്ടേജ് വരുന്നത് നോക്കുക. 12 ഒരു 3 ആമ്പിയർ 5 ആമ്പിയർ ഒക്കെയാണ് ഇതിലേക്ക് കൊടുത്തില്ലെങ്കിൽ അത് ഏകദേശം 16 വോൾട്ട് പോയിക്കും. അപ്പോൾ ഓവർ ഹീറ്റ് ഉണ്ടാവും. നമ്മൾ ബെസ്റ്റ് ഒരു 10 to 11 വോൾട്ട് ഒരു സപ്ലൈ ആണ് ഈ TDA 2030 ഏറ്റവും നല്ലത്. മറ്റേത് വളരെ കൂടുതലാണ് IC-ക്ക്. അതിപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 16-18 വോൾട്ടൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ കമ്പനി ബ്രാൻഡുകൾ പോലും ചെയ്തു വരുന്നത് 11 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്ത കമൻറ്റ് KL11 UK വ്ളോഗ്സ് അങ്ങനെ ഒരു വണ്ടി നമ്പറിൻ്റെ ഒരു കമൻറ്റാണ്. അപ്പോൾ അതിൽ ആംപ്ലിഫയർ സൗണ്ട് കട്ടിങ് ആൻഡ് സ്പീഡ് ജെർക്കിങ് സൊല്യൂഷൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒന്നല്ല ഒരു 5 എണ്ണത്തോളം ഇവിടെ തന്നെ കാണാം. ഇങ്ങനെ പല വീഡിയോസിലും ഈ കമൻറ്റ്സ് ഇങ്ങനെ ഒരുപാട് കാണാം. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കാണില്ല. ഇത് ഞാൻ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ഫിൽറ്ററിങ്ങിൽ പോയി നോക്കിയിട്ട് ഫിൽറ്ററിങ് മാറ്റി നമ്മൾ നോട്ട് റെസ്പോണ്ടഡ് അങ്ങനെ ഒരുപാട് ഫിൽറ്റർ ഉണ്ടാവും നമുക്ക് ഈ കമൻസിൽ. അപ്പോൾ അതിനകത്ത് ഹെൽഡ് ഫോർ റിവ്യൂ പോയി നോക്കുമ്പോഴാണ് ഈ കമൻസ് കാണുന്നത്. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം ഒരേ സെയിം കമൻറ്റ് റിപ്പീറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സ്പാമിലേക്ക് പോകും. ആ സ്പാമി ആവാതെ ഒറ്റ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ചോദിച്ചതിന് ഈ ഒരു കമൻറ്റിന് ഞാൻ ഉത്തരം ഇതിന് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റേതോ ഒരു വീഡിയോയിൽ ഇതേപോലെ ഒരു 5-6 കമൻറ്റ് കണ്ട് അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആക്കണം. സബ് ഓവർ ഏതാ എങ്ങനെയാണ് എത്ര ഇഞ്ചാണ് അതിനകത്ത് ആകുമ്പോൾ ഏതാണ് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആക്കണം എന്ന് ഞാൻ ആ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെയും ഇങ്ങനെ ഇതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണാൻ സാധ്യതയില്ല.
അത് സ്പാമിലേക്ക് പോകും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ആ കമൻറ്റ്സ് അങ്ങനെ ചെയ്യുന്ന ഒഴിവാക്കുക. റിപ്ലൈ ചെയ്യാത്തത് കൊണ്ട് ദേഷ്യം പിടിച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ അത് മോശമാവുക, അത് തീരെ കാണാതെ ആവുക. അപ്പോൾ സ്പാമി ആവാതെ നോക്കുക നിങ്ങളുടെ കമൻറ്റ്സ്. അപ്പോൾ ലാസ്റ്റ് കമൻറ്റ് കുറച്ച് വലിയ കമൻറ്റാണ്. ശരത് MD എന്നാളുടെയാണ്. ചേട്ടാ ആംപ്ലിഫയർ റിപ്പയർ ചെയ്യാനാണോ LCD LED TVകൾ റിപ്പയർ ചെയ്യാനാണോ കൂടുതൽ ബുദ്ധിമുട്ട്? ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. ചേട്ടൻ്റെ വീഡിയോകൾ കണ്ടൊരു വിധം ഓഡിയോ റിപ്പയർ പഠിച്ചു. വീട്ടിലെ LCD മോണിറ്റർ കേടായി 3 സെക്കൻഡ് വീഡിയോ കാണാം, അടുത്ത 3 സെക്കൻഡ് വീഡിയോ സ്റ്റില്ലായി നിൽക്കുന്നു, വീണ്ടും അടുത്ത 3 സെക്കൻഡ് കാണാം. ഓഡിയോ ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുകയാണ്. മോണിറ്ററിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കറക്റ്റായി കിട്ടുന്നുണ്ട്. വെറുതെ അഴിച്ചു നോക്കി ഒന്നും മനസ്സിലായില്ല. അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്തു. അപ്പോൾ LCD TVകൾ നന്നാക്കുന്നതാണോ ഏറ്റവും എളുപ്പം, ആംപ്ലിഫയർ നന്നാക്കുന്നതാണോ ഏറ്റവും എളുപ്പം എന്ന് ചോദിച്ചാൽ ആംപ്ലിഫയർ നന്നാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ആ LED TV LCD TV ചിലപ്പോൾ മാസങ്ങളോളം കളിക്കേണ്ടി വരും, എന്നാലും കിട്ടിക്കോണമെന്നില്ല, ശരിയായിക്കോണമെന്നില്ല. അതിൽ LCD മോണിറ്റർ, LED മോണിറ്റർ, ഡിസ്പ്ലേ, TV ഏത് സാധനമായാലും ശരി അത് മൊത്തം സർവീസ് സെൻറ്റർ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്. ഞാനിവിടെ LED TV മറ്റെല്ലാ TVയുടെയും സർവീസിങ് പണ്ടേ ഒഴിവാക്കി. കാരണം അത് റിസ്ക്കിയാണ്, ഒരുപാട് സമയം വേണം, അതിനനുസരിച്ച് റിസൾട്ട് ഇല്ല, അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. പക്ഷേ ആംപ്ലിഫയർ അങ്ങനെയല്ല, നമ്മൾ വർക്ക് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും. അത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ നന്നാക്കിയാൽ നന്നാവും. പിന്നെ ബ്രാൻഡുകളുടെ അത് നന്നാക്കാൻ പറ്റാത്തത് അതിന് കൃത്യമായ സ്പെയർ കിട്ടാനില്ല, സർക്യൂട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ സർക്യൂട്ടായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ട്രേസ് ചെയ്ത് പോകാൻ കഴിയില്ല. അതേ അവസ്ഥ തന്നെയാണ് LED TVൻ്റെ ബോർഡുകളിൽ. മെയിൻ ബോർഡുകളിലൊന്നും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പെട്ടെന്നൊന്നും ട്രേസ് ചെയ്തെടുക്കാൻ കഴിയില്ല. ചിലവ് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം, സർക്യൂട്ട് പോകണം, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കാലം നടക്കുന്ന നേരം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് വർക്ക് തീരുന്ന ഏതാണോ അതൊക്കെ എടുക്കുക എന്നുള്ള നിലക്കാണ് ആംബിൻ്റെ വർക്ക്, സൗണ്ടിൻ്റെ വർക്കുകൾ എടുക്കുന്നത്. അത് ഏറ്റവും എളുപ്പം ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് അത് പറയുകയാണ്, ഇങ്ങനെയാണ് LED TVനായിട്ട് എളുപ്പം ആംപ്ലിഫയറാണ്. ആ TV അയച്ച് പണിയാതെ വേഗം അതിൻ്റെ സർവീസ് സെൻറ്റർ കൊണ്ടു കൊടുക്കുക, അവിടെ നിന്ന് അത് ക്ലിയർ ആക്കി തരും. അതിൻ്റെ പൈസ ചിലവുണ്ടാവും, നല്ല ചിലവുണ്ടാവും. അപ്പോൾ മൺഡേ കമൻറ്റ് ബോക്സിലെ 10 കമൻറ്റ്സ് നമ്മൾ വായിച്ചു. അപ്പോൾ അടുത്ത മൺഡേ കമൻറ്റ് ബോക്സിലേക്കുള്ള വ്യത്യസ്ത കമൻറ്റ്സ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അടുത്ത മൺഡേ കമൻറ്റ് ബോക്സിൽ തന്നെ വായിക്കാൻ ശ്രമിക്കാം. കമൻറ്റ്സ് കുറവാണെങ്കിലും എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിലും അത് നമുക്ക് മാറി അതിൻ്റെ അടുത്ത തിങ്കളാഴ്ചത്തേക്ക് പോകും. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ ടെലിഗ്രാം ചാനലിൽ ഡിസ്കഷൻ ടാബ് ഓൺ ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് കൂടുതൽ അറിയില്ല. അപ്പോൾ അതൊന്ന് അതിൽ കമൻറ്റ് ചെയ്ത് നോക്കുക, അതിലൊന്ന് ജോയിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.